ഞങ്ങൾക്ക് നിറഞ്ഞ അഭിമാനമുണ്ട്. 9 കൊല്ലക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ്, ആ സർക്കാർ ഭരണം, അതിൻ്റെ ഭാഗമായി നാട്ടിൽ നേടിയിട്ടുള്ള വികസന നേട്ടങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? മനസ്സിലായി. സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ഈ പ്രദേശത്തെ ആളുകൾ പൊതുവിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കാൻ അല്പം കൂടിയുണ്ട്. അതെല്ലാം പൂർത്തിയാക്കാൻ കഴിയുന്ന ശേഷി ഞങ്ങൾക്ക് മാത്രമാണുള്ളത് എന്ന് 9 കൊല്ലക്കാലത്തെ ഭരണം കൊണ്ട് ഞങ്ങൾ തെളിയിച്ചു. ഒന്ന് നിർത്തണോ തന്റെ ഈ താങ്കൾ വരുമ്പോഴേക്ക് ഞങ്ങൾ റൗണ്ട് പൂർത്തിയാക്കി. അതായത് LDF ഉറച്ച വിജയം സുനിശ്ചിതം. നമ്മൾ എറണാകുളത്ത് തൃക്കാക്കരയിൽ പങ്കെടുത്തിരുന്നു, പുതുപ്പള്ളി കണ്ടു, പാലക്കാട് കണ്ടു, പുതുപ്പള്ളിയിൽ കണ്ടു, പാലക്കാട് കണ്ടു. അവിടെയൊക്കെ അനിൽകുമാറിന്റെ അവകാശവാദം ഇത് തന്നെയായിരുന്നു. പുതുപ്പള്ളിയിൽ, കോട്ടയത്ത് അദ്ദേഹത്തിന് വലിയ വിജയപ്രതീക്ഷയായിരുന്നു. പാലക്കാടും അങ്ങനെയായിരുന്നു. ഇവിടെയും അദ്ദേഹത്തിന്റെ വിജയപ്രതീക്ഷ അങ്ങനെ തന്നെ തുടരട്ടെ എന്നാണ് എന്റെ ആഗ്രഹം. ഈ സംസ്ഥാനത്തുള്ള സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഞാൻ പറയേണ്ടതുണ്ടോ? രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോ 5 കോടിക്ക് മുകളിൽ 6 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ ബാധ്യത എന്ന് കൂടി നമ്മൾ മറക്കരുത്. ഫുൾ മാർക്കാ, അതിൽ നിനക്ക് അഭിമാനിക്കാൻ. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം കേട്ടല്ലോ, 75,000 വോട്ടാണ്. അത്രക്കായല്ലേ? അല്ല, ആദ്യം ബഹുമാനപ്പെട്ട ചാമക്കാലയെ ഒന്ന് ആദരിക്കട്ടെ. 2016 ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് 2021 വന്നപ്പം ഇവരെ ആത്മവിശ്വാസം ഉണ്ടാക്കുക മാത്രമല്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി, VD സതീശൻ ആഭ്യന്തരമന്ത്രി, ചാമക്കാല ഏത് മന്ത്രിയായിരുന്നു എന്നറിയില്ല, രക്ഷപ്പെടുത്താനാവുക. ഇതാ മലപ്പുറത്ത് കേരളത്തിന്റെ വിസ്മയം, നിപ്പ രോഗിയെ മോചിപ്പിച്ച, ജീവൻ കൊടുത്ത് തിരിച്ചു കൊണ്ടുവന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. കേരളത്തിന്റെ ആരോഗ്യ മേഖലയല്ലേ ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളവാക്കണ്ട. ഇത് തകരുകയല്ല, രാജ്യത്ത് 1-ാം സ്ഥാനത്താണെന്ന് നിപ്പ രോഗി മരിക്കുമോ? അതല്ല, ഇവൻ മഹാ തെണ്ടി തന്നെ. ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോ കേരളത്തിൽ ബഡ്ജറ്റ് എത്രയായിരുന്നു? 2016 മാർച്ച് 31 മാത്രാണോ? മാത്രാണോ? അതെന്താ ചേട്ടാ ഉപയോഗത്തിന് പോവാ? ഒന്ന് നിർത്ത്. ബഹുമാനപ്പെട്ട CPM-ന്റെ മെമ്പറോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തില് ആരോഗ്യ മേഖല നമ്പർ 1 ആണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചികിത്സിക്കാൻ അമേരിക്കയിൽ പോണു? ഇവിടെ ചികിത്സിച്ചുകൂടെ? ചേട്ടാ, ഇവിടെ എന്താ സംഭവിക്കാൻ പോണം? എന്താ സംഭവിക്കാൻ പോണം? ഇവിടുത്തെ ആരോഗ്യ മേഖല 100% പരാജയ. ാണ് എന്റെ കണക്ക്. പുതുപ്പള്ളിയിലെ അത് റെക്കോർഡാണ്. അല്ലേ? കാരണം LDF ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ഉത്തരം പറഞ്ഞു പോകണം. അത് 1-2 ആളുകളുടെ പ്രതികരണം കൂടെ എടുത്താൽ മതിയോ? സ്വരാജ് പറഞ്ഞിട്ടുണ്ട് അൻവർ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ലെന്ന്. ആ ഒന്നും ചെയ്തില്ലെന്ന് സ്വരാജ് പറഞ്ഞില്ല. അർത്ഥം വേണ്ടോ? 9 വർഷം LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒന്നും ചെയ്തില്ലെന്ന്. ഇങ്ങനെ ഒരു ബുദ്ധിമാനെയാണല്ലോ മേൽപ്പിച്ചു വിട്ടതെന്ന് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. താങ്ക് യു സാർ. സ്വരാജ് പറഞ്ഞില്ല. അർത്ഥം വേണ്ടോ? 9 വർഷം LDF ഗവൺമെന്റ് ഈ കേരളത്തിൽ ഒന്നും ചെയ്തില്ലെന്ന്. തിരിച്ചിരിക്കുകയാണ്. പെട്ടെന്നൊരു മറുപടി എടുത്തു പോയത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്രയൊക്കെ ആണെങ്കിൽ അവിടേക്ക് പോകണമെന്നുള്ള ന്യായമായ ചോദ്യമാണ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. നവകേരള സദസ്സിന്റെ വേദിയിൽ നവകേരള സദസ്സിന്റെ വേദിയിൽ മന്ത്രിമാരെ സാക്ഷി നിർത്തിക്കൊണ്ട് നിലമ്പൂരിന്റെ മണ്ണിൽ അന്നത്തെ MLA പറഞ്ഞു. എന്താ പറഞ്ഞത്? 2215 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ തന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എത്തുമ്പോൾ നമുക്ക് മലയോര പാതയിലേക്ക് വരാം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ മലയോര പാതയിലേക്ക് വരും. ചോദ്യം സ്പെസിഫിക് ആണ്. ഏതാണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ ചോദ്യം സ്പെസിഫിക് ആണ്. ഈ ആരോഗ്യമേഖല ഇത്രയൊക്കെ മെച്ചപ്പെട്ടാൽ നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാണ് US-ലേക്ക് പോകുന്നത്? പറഞ്ഞു കൊടുക്കണേ. കൃത്യമായിട്ട് പറയാം. ആരോഗ്യ മേഖലയുടെ 1-ാമത്തെ നേട്ടം എന്താണ്? നിങ്ങൾക്ക് ആരോഗ്യ മേഖലയുടെ മികവുകളിൽ നമ്പർ 1
ഇന്ത്യ രാജ്യത്ത് 1-ാം സ്ഥാനം കേരളത്തിന് ആരോഗ്യ മേഖലയ്ക്ക് തരുന്നത് നീതി ആയോഗാണ്. ശരിക്കും അതൊക്കെ ഓക്കെ. അപ്പൊ അതാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ തന്നെ ചോദ്യം? ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? കുഞ്ഞുങ്ങൾ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. ശരി. അമ്മമാർ പ്രസവത്തോടൊപ്പം മരിക്കാതിരിക്കുക, കേരളം നമ്പർ 1. വെറുതെ കിടന്ന് ഉരുളാദാശന 2016 മുമ്പ് അങ്ങനെ തന്നെയല്ലേ? പാരാമീറ്റേഴ്സ് എല്ലാം കാലങ്ങളായി ആർജിച്ചതാണ്. അത് പറഞ്ഞുതരാം. ആ ആർജിക്കുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവന്ന ആർദ്ര മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസ്. ഞങ്ങൾ ഈ കേരളത്തിൽ കൊണ്ടുവന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാണ്. അപ്പൊ ഒരു തീരുമാനമായില്ലേ? തകർക്കുമെന്ന് പറഞ്ഞവരാണ്. ശരി, നമുക്ക് അടുത്ത റൗണ്ടിലാണെങ്കിൽ അതിന്റെ ഞാൻ ചോദിച്ചത് മറുപടി പറയണം. കടലിൽ കിടന്ന കോണാനടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. ഒരു മറുപടി അല്ല, ശരിയാണ്. നമ്മൾ എല്ലാരും കേട്ടു, ലൈവായിട്ട് ആളുകൾ കേട്ടു. അപ്പൊ അദ്ദേഹം അതിന് മറുപടി പറയാൻ താല്പര്യപ്പെടുന്നില്ല. അമേരിക്ക പോകണു. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇതിലപ്പുറം അദ്ദേഹം താല്പര്യമില്ല എന്നുള്ള കാര്യം ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. ഉത്തരമില്ല. അങ്ങനെ നമുക്ക് കോടിക്കണക്കിന് ജനങ്ങളുടെ കാശ പോണ്. അതെ, ശരി. ചേട്ടാ ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ശ്രീ സയ്യിദ്, എനിക്ക് ചോദിക്കാനുള്ള ചാമക്കാലയോടാണ്. 1920 ശേഷം വന്നിട്ടുള്ള സംഘപരിവാർ RSS, 1940 ശേഷം വന്നിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമി, 2000 കൂടെ വന്നിട്ടുള്ള SDPI, ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ വോട്ട് വേണ്ടാമെന്ന് UDFന്റെ പ്രതിനിധിക്ക് പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ? ചങ്കൂറ്റമുണ്ടോന്നുള്ളതാണ് ചോദ്യം. ഈ അങ്ങനെയുള്ള ചങ്കൂറ്റം LDF ഒക്കെ നേരത്തെ കാണിച്ചിട്ടുണ്ടോന്നുണ്ട് തിരിച്ചോദ്യം കൂടി ഇല്ലേ? ഉത്തരവുണ്ടോ? പ്രായോഗിക രാഷ്ട്രീയത്തിന് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടാന്ന് കേരളത്തിന്റെ മണ്ണിൽ M. സ്വരാജ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി അക്കമിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ മുഖ്യമന്ത്രി ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ട്. പാലോളി മുഹമ്മദ് കുട്ടി ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ പിന്നെ സാരഥിയായിട്ടുള്ള M. സ്വരാജ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഗീയ ഫാസിസ്റ്റുകളെ വോട്ട് വേണ്ടെന്ന് തീർത്തു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ തീരുമാനം അതാണ്. നേരത്തെ കിട്ടിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുണ്ടാകും. എന്തു തെളിവാണ്? ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഉപേക്ഷിച്ചു എന്ന് VD സതീശൻ നിലമ്പൂരിലാണ് പറഞ്ഞത്. എന്തു തെളിവ് എന്ന് പ്രതിപക്ഷ നേതാവിനെ 1000 തവണ വെല്ലുവിളിക്കുന്നു. ചുണയുണ്ടോ? അതായത് അപ്പോ LDFനെ പിന്തുണച്ചുകൊണ്ടിരുന്നപ്പോഴെല്ലാം അവർ മതരാഷ്ട്രവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് LDFനെ പിന്തുണച്ചതെന്ന് CPMന്റെ പ്രതിനിധിയോട് സമ്മതിക്കുകയാണ്. സമാധാനമായല്ലോ. എപ്പോഴും പറയുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്നപ്പോഴും അവർ മതരാഷ്ട്രവാദികളായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. അതിനുശേഷം നമുക്ക് ആലോചിക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഘട്ടത്തിലും ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. വോട്ട് കിട്ടിയിട്ടില്ലേ? അല്ല, പറയാം. വോട്ട് കിട്ടിയിട്ടില്ലേ? പറയാം. വോട്ട് കിട്ടിയത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ആദ്യം ഇതൊന്ന് തീർത്തിട്ട് പറയാം. എന്റെ മുടിപ്പര അമ്മജി ഇതെന്തൊരു ജമ്മം. പങ്കെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളാണ്. കൂവാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്കത് അങ്ങനെ തന്നെ പോവാം. ഇല്ല, കൂവില്ല. അല്ല, അങ്ങനെ തന്നെ വിചാരിക്കണ്ട. അങ്ങനെ അല്ലല്ല, അങ്ങനെ കൂവല് കേട്ടോണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്തിനാണ് ഇവര് വായി തിരിക്കേറ്റുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ. അതുകൊണ്ട് കുറച്ച് UDFന്റെ പ്രവർത്തകർ കൂടുതലുണ്ടെങ്കിലും നിങ്ങൾ അങ്ങനെ പെരുമാറാനായാൽ അത് മുന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അത് വ്യക്തമാക്കിയല്ലോ. എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ PP ശശി. ഇതിൽ ഏത് പോയിന്റിലാണ് പിടിക്കുന്നത്? ഇതിൽ മതവും സമുദായ സംഘടനയൊക്കെ ചേർന്ന് സ്വാഭാവികമായിട്ട് അയ്യപ്പദാസ് ഇവർ രണ്ടുപേരും ചർച്ച ചെയ്യുന്നത് ആദ്യം ആര് കെട്ടി, ആദ്യം ആര് മൊയ് ചൊല്ലി എന്നുള്ള ചർച്ച മാത്രമാണ്. കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ആ വിഭാഗത്തെ ആളുകളെ കൃത്യമായി കൈ കൊടുത്തിട്ടുണ്ട്. വേണ്ട ഉപകാരങ്ങളൊക്കെ അവരുടെ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യം പോലെ ചവിട്ടി പുറത്താക്കിയിട്ടുണ്ട്. ആരാദ്യം കെട്ടി ആരാദ്യം മൊഴി ചൊല്ലി എന്നുള്ള ചർച്ച മാത്രമേ ഇവർ തമ്മിലുള്ളൂ. 2311 കോടി രൂപയുടെ വികസനം അൻവർ ഇവിടെ നടത്തി എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഒരു നുണ അദ്ദേഹം പറയരുതായിരുന്നു. ഈ കഥകളൊക്കെ പുറത്തു കേൾക്കുന്നില്ലേ കുറെ മെക്കാനിക്ക് വിട്ടികൾ. അവന്മാരോട് പറ, എന്റെ അടുത്ത് വേണ്ട. ഉന്നത വിദ്യാഭ്യാസ മേഖല തകർത്തത് ഇവരല്ലേ സാർ? വിദ്യാഭ്യാസ മേഖല ശിവൻകുട്ടി തകർത്തത് ഇവരല്ലേ സാർ?
നിങ്ങൾ ചെയ്യേ. ശിവൻകുട്ടി മന്ത്രിയുടെ കീഴിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല വിജയിച്ചു എന്നാണ് പറയുന്നതെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ടുള്ള അക്കാഡമിക് സിറ്റികൾ കൊണ്ടുവന്ന് ഇവിടെ തന്നെ പ്ലേസ് ചെയ്തുകൊണ്ട് തൊഴിൽ മേഖല പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നടപ്പിലാക്കിയിട്ടുണ്ട് നമ്മുടെ മക്കൾക്ക് എന്ന് ഈ ബിന്ദു മിനിസ്റ്ററുടെ കീഴിൽ ഉണ്ടായി എന്ന് ഒരു ഇടതുപക്ഷക്കാരൻ പോലും സമ്മതിക്കില്ല. നിങ്ങൾ പോളണ്ടിലേക്കും അയർലൻഡിലേക്കും ഓസ്ട്രേലിയയിലേക്കും അമേരിക്കയിലേക്കും കയറ്റി വിടുന്നവരല്ല ഉന്നത വിദ്യാഭ്യാസ മേഖല ഇരിക്കുന്നത്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി